ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു നാടൻ ചിക്കൻ കറി കണ്ടാലോ. നാടൻ കോഴി വെച്ചിട്ടുള്ളൊരു നാടൻ ചിക്കൻ കറി. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ നമ്മൾ ആസ് യൂഷ്വൽ എപ്പോഴും എടുക്കുന്ന പോലെ നമ്മുടെ കൊത്തു തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, സവോള നമ്മുടെ ആവശ്യാനുസരണം. ആദ്യം തന്നെ കുക്കറിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. പട്ട, ഗ്രാമ്പു, കുരുമുളക്, പെരിഞ്ചീരകം ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തിട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കണം. ഇത് ഓപ്ഷണലാണ്, പക്ഷേ നാടൻ കറികൾക്കെല്ലാം ഈ നാളികേരത്തിന് കഷ്ണം നല്ല ടേസ്റ്റ് ഞങ്ങൾ ഒഴിവാക്കാത്തൊരു ഐറ്റമാണ്. അതിനുശേഷം നമുക്ക് 2 മീഡിയം സൈസ് സവോള അതിലേക്ക് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ നല്ല വേവാണ്, അപ്പോൾ അതനുസരിച്ച് നമ്മൾ വിസിൽ വരുത്തണം. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുന്നത് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി നമ്മളെ സഹായിക്കും. ചെറിയ തീയിൽ വെച്ച് വേണം നമുക്കിത് വഴറ്റിയെടുക്കാൻ. പിന്നെ നീളത്തിലരിഞ്ഞ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതും കൂടെ നമുക്കതിൻ്റെ കൂട്ടത്തിൽ തന്നെ വഴറ്റിയെടുക്കാം. നാടൻ കോഴിക്കൊരു പ്രത്യേക സ്വാദാണ്. അത് തൊലിയോടുകൂടി വെന്ത് വരുമ്പം അതിൻ്റെ എണ്ണയ്ക്കകത്ത് കിടന്ന് പക്ഷേ അത് വേകാൻ ഇച്ചിരി താമസമുണ്ട്. നമ്മൾ ക്ഷമാപൂർവ്വം അത് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി എത്രത്തോളം ഉണ്ടോ അത്രത്തോളം സ്വാദ് കൂടും. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഇതെല്ലാം ചേർത്ത് പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോഴി കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മസാലയ്ക്കകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാല എല്ലായിടത്തുനിന്ന് പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇതുവരെയുള്ള സ്റ്റെപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേകുമ്പോൾ അടിക്ക് പിടിച്ചു പോകാതിരിക്കാൻ വേണ്ടി വെള്ളം ചേർന്നതിന് മുമ്പ് തന്നെ വേകാൻ വേണ്ടി കുറച്ച് വിനാഗിരിയാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വിനാഗിരി ഒഴിക്കുമ്പം ചിക്കൻ കുറച്ച് സോഫ്റ്റ് ആവും, കുക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. വിനാഗിരിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ചെറു ചൂടുവെള്ളം 1 ഗ്ലാസ് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് ആവശ്യത്തിന് വേണ്ട വെള്ളം ഇറങ്ങി വരും. എന്നാൽ പോലും കുക്കറിൻ്റെ അടിയിൽ പിടിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ 1 ഗ്ലാസ് വെള്ളം, ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ഈ നാടൻ കോഴിയിൽ നമ്മൾ ബ്രോയിലർ കോഴി പോലെ അധികം ദശ കാണില്ല, പക്ഷേ നാടൻ കോഴിക്ക് നാടൻ കോഴിയുടേതായിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് 2 ആഴ്ച മുമ്പ് പ്രിപ്പയർ ചെയ്ത റെസിപ്പിയാണ്. പലപ്പോഴും ഞങ്ങളിവിടെ നാടൻ കോഴി വാങ്ങിക്കാറുണ്ട്. എല്ലായിടത്തും ഒന്നും അവൈലബിൾ അല്ല. മിക്ക ചിക്കൻ ഷോപ്സിലും ഇത് ഇപ്പം ലഭ്യമാണ്. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ചു വെച്ചതിന് ശേഷം സാധാരണ ചിക്കൻ വേവിക്കാൻ 1-2 വിസിൽ മതി. ഇതിനൊരു 6 തൊട്ട് 7 വിസിൽ വരെ വേണം. ചെറിയ സിമ്മിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ. അതിൻ്റെ പ്രഷറിൽ കിടന്ന് വേണം നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടി. വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. വിനാഗിരി ഒഴിക്കുന്നത് ചിക്കൻ കുറച്ചുകൂടെ സോഫ്റ്റ് ആകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മുടെ 6 തൊട്ട് 7 വിസിലോളം വന്നു. സ്റ്റീം പോയതിന് ശേഷം പതിയെ കുക്കർ തുറന്ന് നോക്കുമ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തി, പൊറോട്ട, ചോറ് എന്തിൻ്റെ കൂടെയും കോമ്പിനേഷനായിട്ട് ട്രൈ ചെയ്യാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയിലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. നമുക്കിനി വീണ്ടും നല്ല വീഡിയോസുമായിട്ട് കാണാം. ഇടയ്ക്കിടയ്ക്ക് ഓരോ റെസിപ്പി ഞങ്ങൾ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് യുവർ വീഡിയോ. സീ യു.